പെട്ടെന്നുള്ള ബ്രേക്ക് ചവിട്ടി എടുക്കുമ്പോ വണ്ടി ഒന്ന് റിവേഴ്സ് ആയി പോകുന്നുണ്ട് എന്നുള്ള ഒരു പ്രശ്നവും വരുന്നുണ്ട്. അതാണ്ട് കാലി വരുമ്പോ നമുക്ക് നല്ലോണം അടി വരുന്നു, ഊരക്ക് എല്ലാം പെയിൻ അറിയുന്ന അടിക്കുന്നുണ്ട്. അപ്പൊ നല്ല വെള്ളം നിൽക്കുന്ന സ്ഥലത്ത് കൂടെ ഒന്ന് ഓട്ടാതിരിക്കാൻ നോക്കണം. സർവീസ് ചാർജ് വാങ്ങി ഗ്യാരണ്ടി കൊണ്ട് 400 രൂപ വാങ്ങിച്ചു. വേറൊന്നും പക്ഷെ വണ്ടി എടുത്തിട്ട് ഫസ്റ്റത്തെ ഒരു ആഴ്ച കഴിഞ്ഞപ്പോ എനിക്ക് നല്ലൊരു പണി കിട്ടിയത്. എന്താ പറ്റി? പേരെന്താ? എന്റെ പേര് ജംഷീർ എന്നാണ്. ജംഷീർ, അതെ. ഓക്കെ. നിങ്ങൾ ഇപ്പൊ എത്ര കാലമായി ഈ മോട്ടർ എടുത്തിട്ട്? ഞാന് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ എടുത്തതാണ് ഈ വണ്ടി. ഒക്ടോബറിൽ ഓക്കെ. ഏകദേശം ഒരു 8 മാസത്തോളമായി വണ്ടി എടുത്തിട്ട്. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങള് എടുത്തതിന് ശേഷം ഇപ്പൊ എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? ഞാനിപ്പോ ഒരു 22,000 കിലോമീറ്റർ ഓടി. 22,000 കിലോമീറ്റർ ഓടി. ഓക്കെ. 5th സർവീസ് ഓൺ റണ്ണിംഗ് ആണ്, 4th സർവീസ് റണ്ണിംഗ് ആണ്. ഓക്കെ. ഇതുവരെ വണ്ടി കുഴപ്പമൊന്നുമില്ല. പിന്നെ പറഞ്ഞാല് ചെറിയ ചെറിയ മൈനർ ആയിട്ടുള്ള കംപ്ലൈന്റുകൾ ഉണ്ട്. അത് കമ്പനി അപ്ഡേഷൻ ചെയ്ത് റെഡിയാക്കി തരാ എന്ന് പറയുന്നുണ്ട്. എത്ര റേഞ്ച് കിട്ടുന്നുണ്ട്? എങ്ങനെ എത്ര റേഞ്ച് കിട്ടുന്നുണ്ട് ഇതിന്? ഇപ്പം കമ്പനി പറഞ്ഞ 160 കിലോമീറ്റർ പക്ക കിട്ടുന്നുണ്ട്. സംടൈം നമ്മള് അത് റോഡിന്റെ മോശമായിരിക്കാം, ചിലപ്പോ മഴയൊക്കെ ആകുമ്പോ നമ്മള് വൈപ്പർ ലൈറ്റ് എല്ലാം ഉപയോഗിക്കുന്ന സമയത്ത് ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മള് പറഞ്ഞ ഒരു 160 മേക്കപ്പ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മുൻപ് ഏതെങ്കിലും വണ്ടി ഉപയോഗിച്ചിരുന്നു? ഞാൻ ഡീസൽ വണ്ടി ഉപയോഗിച്ചാളാ. ആ വണ്ടിയിൽ നിന്ന് ഈ വണ്ടിയിലേക്ക് വരുന്ന സമയത്ത് എന്തെങ്കിലും മാറ്റങ്ങളായിട്ട്? ആ വണ്ടിയും തമ്മിൽ നോക്കാൻ നമ്മളൊരു കണ്ടിന്യൂ റൈഡ് നമുക്ക് കിട്ടുന്നില്ല. എന്താ വെച്ചാല് നമുക്ക് 5 മണിക്കൂർ ചാർജിങ്, അത് നമുക്കൊരു വലിയൊരു പ്രശ്നമാണ്. അതായത് 5 എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഒരു 5.5-6 മണിക്കൂറൊക്കെ ആവുന്നുണ്ട് കട്ട് ഓഫ് ആവുന്നത് ആ ഒരു സമയത്തിലേക്ക്. എന്നാലും കുഴപ്പമില്ല, ഡീസലിന്റെ ബെനിഫിറ്റ് ആ ഒരു കമ്പയർ ചെയ്ത് നോക്കുകയാണെന്ന് വെച്ചാല് ലാഭമാണ്. ഇതില് ആൾക്കാരെ കൂടുതൽ കയറുന്ന സമയത്ത് ഇതിന്റെ വലിവിനോ കാര്യത്തിനോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ? അങ്ങനെ ഒരു വ്യത്യാസം തോന്നുന്നില്ല. നമ്മള് എക്കോ മോഡില് ഒരു നോർമൽ റോഡിൽ പോവുകയാണെന്ന് വെച്ചാൽ എക്കോ മോഡിൽ തന്നെ പോയാൽ മതി. അല്ലാത്ത റോഡിലാകുമ്പോഴാണ് ഈ ചേഞ്ച് വരുമ്പോൾ നമുക്ക് ആ ഒരു ചെറിയൊരു കിലോമീറ്റർ വേരിയേഷൻ വരും. എന്നാലും കംഫർട്ടബിൾ ആണ്. ഈ കയറ്റം കയറുന്ന സമയത്തൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ? ഇതുവരെ അങ്ങനെ വലിയ ബുദ്ധിമുട്ട് വന്നിട്ടില്ല. എന്നാലും ചെറിയ 1-2 മാറ്റങ്ങൾ. അതായത് പെട്ടെന്നുള്ള ബ്രേക്ക് ചവിട്ടി എടുക്കുമ്പോ വണ്ടി ഒന്ന് റിവേഴ്സ് ആയി പോകുന്നുണ്ട് എന്നുള്ള ഒരു പ്രശ്നവും വരുന്നുണ്ട്. അത് സെൻസറിന്റെ പ്രശ്നമാണെന്നാണ് കമ്പനി പറയുന്നത്. അത് കാണിച്ചിരുന്നു. ഇപ്പൊ കമ്പനിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് അതിന്റെ അപ്ഡേഷൻ നടക്കും, അതിന്റെ ഭാഗമായിട്ട് റെഡി ആവുന്നാണ് പറയുന്നത്. മറ്റുള്ള ഇലക്ട്രിക് വാഹനത്തിന് ഇതിന് എന്തെങ്കിലും വ്യത്യാസമായിട്ട് തോന്നുന്നുണ്ടോ? മറ്റുള്ളതിനെ വെച്ച് നോക്കാൻ വെച്ചാൽ ഇത് കുറച്ചുകൂടെ സ്പേസ് ഉണ്ട് വണ്ടിയിൽ. നമ്മള് ട്രിയോ നോക്കുകയാണെന്ന് വെച്ചാലും ബജാജ് നോക്കുകയാണെന്ന് വെച്ചാലും ഇത് കുറച്ച് സ്പേസ് ഉണ്ട്. ഇതും ഒരു നമ്മളെ ആപ്പയൊക്കെ ഏകദേശം അത്യാവശ്യം ലഗേജ് സ്പേസ് ഉള്ള വണ്ടിയാണ്. അത് നമ്മളെ റെയിൽവേ, ഞാനിപ്പോ റെയിൽവേയിലാണ് നിൽക്കുന്നത്. ഈ റെയിൽവേയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരു ലഗേജ് ഉള്ള ഒരു പാർട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ലഗേജ് സ്പേസ് നിർബന്ധമാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കാര്യങ്ങൾ നടക്കില്ല. നമ്മളൊരു ജോലിയുടെ ഭാഗമായിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് എല്ലാ രീതിയിലും കംഫർട്ട് ആയിരിക്കണം. അപ്പൊ അത് പാസഞ്ചർക്കും കംഫർട്ട് ആവുന്ന രീതിയിൽ നമ്മളൊരു വണ്ടി എടുത്താൽ നമ്മളെ കാര്യങ്ങളും മുന്നോട്ട് നീക്കും. അപ്പൊ നിങ്ങൾ ഈ ഒരു വണ്ടിയിൽ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ 1-2 കാര്യങ്ങൾ കമ്പനി നിർബന്ധമായിട്ട് ചെയ്യേണ്ടതുണ്ട്. അതായത് വണ്ടിയുടെ ഫോർക്ക്, ഫ്രണ്ട് വീല് വലിയൊരു പ്രശ്നമാണ്. അതേപോലെ തന്നെ ബാക്കിലെ സസ്പെൻഷൻ, 1-2 കാര്യങ്ങൾ അത് നിർബന്ധമായിട്ട് കമ്പനി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് എല്ലാ വണ്ടിക്കും ഉണ്ടെന്നാണ് എന്റെ ഒരു ബലമായ സംശയം. എന്റെ കാര്യം ഞാൻ പറഞ്ഞു. എനിക്ക് ഫ്രണ്ടിലെ സസ്പെൻഷനും ബാക്കിലെ സസ്പെൻഷനും അത് മൊത്തം ചെറിയ എന്ന് പറഞ്ഞാൽ പോരാ, എന്നാലും ഒരു ആവറേജ് കംപ്ലൈന്റ് ആണ്. അപ്പൊ അത് കമ്പനി റെഡിയാക്കി തരുന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ട്. ശരിയാവുമായിരിക്കും. അത് മാത്രമേ ഒരു പ്രശ്നമായിട്ടുള്ളൂ. ഇപ്പൊ എന്നാലും ഞാൻ ഇപ്പൊ ഇത് വണ്ടി കണ്ടാൽ തന്നെ അറിയാം, അത്യാവശ്യം അൾട്രേഷൻ ചെയ്ത ആളാണ്. അൾട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഇതില് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്, ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്, ഫാൻ ഐറ്റം. അതായത് കമ്പനി കൊടുക്കുന്നത് ഒരു സിംഗിൾ ബോർഡ് ലൈറ്റ് മാത്രമാണ്. ഞാൻ ഇതിൽ ഈ കാണുന്ന ലൈറ്റും കാര്യങ്ങളും മൊത്തം ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, മൊത്തം ലൈറ്റും കാര്യങ്ങളും ചെയ്ത വ്യക്തിയാണ്. ഈ കണ്ടീഷനിൽ എനിക്ക് ഈ കമ്പനി പറഞ്ഞ കിലോമീറ്റർ കിട്ടുന്നുണ്ട്. അതിന് ചെറിയൊരു വേരിയേഷൻ. അതിപ്പോ നമ്മൾ ഡീസൽ വണ്ടി ഉപയോഗിച്ച വ്യക്തികളാണ്. ഡീസൽ വണ്ടിയിലാണെങ്കിൽ തന്നെ ഒരു അത്യാവശ്യം അൾട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ മൈലേജ് വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ നോക്കുകയാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല, എന്നാൽ ലാഭം തന്നെയാണ്. നമ്മളെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതാണ് വേണ്ടത് നിർബന്ധമായിട്ടും. എന്താ വെച്ചാൽ നമ്മളൊരു ജീവിതമാർഗ്ഗമാണ്. ആ ജീവിതമാർഗത്തിൽ നമ്മളെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങാന്ന് പറഞ്ഞാൽ അത് തന്നെയല്ലേ ഏറ്റവും വലിയ ലാഭം. ഓക്കെ, താങ്ക് യു. നമ്മളിപ്പോ അടുത്ത ആളെടുത്തേക്ക് എത്തിയിരിക്കുന്നത്. ചേട്ടാ, എന്താ പേരെന്താ? ഫഹദ്. നിങ്ങൾ ഈ ഒരു മോട്ടർ എടുത്തിട്ട് എത്ര മാസം? ഞാൻ എടുത്തിട്ട് ഇപ്പൊ ഏകദേശം ഒരു 7 മാസം. ഇപ്പൊ എത്ര കിലോമീറ്റർ ഓടി? 15,000 കിലോമീറ്റർ ഓടിയില്ലേ? അപ്പൊ കുറവാണ്. ഞാൻ എന്റെ വർക്കിന് ഗ്യാപ്പിന് വേറെ വർക്ക് ഉണ്ട്, അതിന് ഗ്യാപ്പിൽ ഓടണം. ഈ സമയം കൊണ്ട് എന്റെ കൂടുതൽ എടുത്ത ആൾക്കാർക്ക് 25,000 കിലോമീറ്റർ അടുത്ത് എത്തിക്കണം ഓടിയുണ്ട് അല്ലേ? അപ്പൊ
നിങ്ങൾ ഇതിന്റെ മുന്നേ വേറെ ഏതെങ്കിലും വണ്ടി ഉപയോഗിച്ചിട്ടുണ്ടോ? ഓ വിഷു ഇലക്ട്രിക് ആണോ അല്ലെ പെട്രോളോ? അല്ല ഡീസൽ. ഡീസലോ? ആൽഫ. ഓക്കെ. അപ്പോ നമ്മൾ ഡീസൽ വണ്ടിയിൽ നിന്ന് ഇലക്ട്രിക്കലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിനുകൊണ്ട് ലാഭമാണോ അല്ലെങ്കിൽ നഷ്ടമാണോ ഉള്ളത്? ഇതുവരെ ലാഭമാണ്. ഇവരുടെ അങ്ങോട്ട് നഷ്ടം സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. കാര്യങ്ങളൊക്കെ ഇതുവരെ വരാൻ ഗ്യാരണ്ടി വീട് കഴിഞ്ഞ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോ എന്താ പാട് നമുക്ക് അറിയാനില്ല. പക്ഷെ ഡീസൽ വണ്ടിന്റെ അത്ര മെയിൻ്റനൻസ് പ്രശ്നം ഇതിന് വരുന്നുണ്ടോ? ഇലക്ട്രിക്കിന് വരുന്നുണ്ടോ? സാധാരണ ഡീസൽ വണ്ടി എടുത്തു കഴിഞ്ഞാല് ഞാൻ പുതിയ വണ്ടി എടുത്ത ആളാ, ഒരു 3 കൊല്ലത്തേക്ക് നമുക്ക് ഒരു വിധ മെയിൻ്റനൻസുകളൊന്നും മേജർ മെയിൻ്റനൻസുകളൊന്നും വരുത്തില്ല. 3 കൊല്ലം കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് വരുത്തുള്ളൂ. ശരി. അതുവരെ നമുക്ക് ടയറ്, ബ്രേക്ക് ഓയില്, എഞ്ചിൻ ഓയിൽ അങ്ങനത്തതൊക്കെ വരുത്തുള്ളൂ. ഇതിനിപ്പോ അതേ ലെവലിൽ തന്നെയാണ്, വേറെ ഒന്നും. പക്ഷെ വണ്ടി എടുത്തിട്ട് ഫസ്റ്റത്തെ ഒരു ആഴ്ച കഴിഞ്ഞപ്പോ എനിക്ക് നല്ലൊരു പണി കിട്ടിയത്. എന്താ പറ്റി? വണ്ടിന്റെ മോട്ടറിന് എന്തോ പ്രശ്നം പറ്റിട്ട് കയറ്റത്തിൽ നിന്നുപോയി. അത് പിന്നെ നന്നാക്കി കിട്ടാൻ ഏകദേശം ഒരു 10 ദിവസം ഡിലേ പിടിച്ചു. അതെയോ? പിന്നെ വേറെ കുഴപ്പമൊന്നും വന്നിട്ടില്ല. നന്നാക്കി തരാൻ കുറെ 10 ദിവസം ഡിലേ പിടിച്ചെന്നുള്ളൂ. പിന്നെ പ്രശ്നമൊന്നും പറ്റുന്നില്ല. ഇതിന് എത്ര റേഞ്ച് കിട്ടുന്നുണ്ട്? ഇതിന് എനിക്കൊരു 170, പിന്നെ ഒന്നുകൂടി ശ്രദ്ധിച്ച് ഓടിക്കാന്ന് വെച്ചാല് 185 വരെ കിട്ടിയിട്ടുണ്ട്. ഈ പക്ഷേ റഫായിട്ട് ഓടിക്കാന്ന് വെച്ചാൽ 160. അപ്പോ 3 പാസഞ്ചേഴ്സിനാണോ കയറല്? അതല്ല, അത് നമ്മൾ ഓരോ സമയത്ത് നമ്മൾ ഓടിക്കുന്ന സ്റ്റൈല് പോലെ ഇരിക്കും. അപ്പൊ നമ്മള് ആള് കൂടുതൽ കയറ്റി കഴിഞ്ഞാൽ ഈ റേഞ്ചിന് എന്തെങ്കിലും കുഴപ്പം വരുന്നുണ്ടോ? ആള് കൂടുതൽ കയറ്റി കഴിഞ്ഞാൽ എന്തെങ്കിലും റേഞ്ചിന് വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ കയറ്റം കയറുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ? കയറ്റം കയറുന്നതിനൊന്നും ബുദ്ധിമുട്ട് അങ്ങനത്തെ ഒന്നുമില്ല. ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. കയറ്റം കയറാ, വലിപ്പുറവ് അങ്ങനെ ഒന്നുമില്ല. ഒക്കെ ബാക്കി ഏത് വണ്ടി കയറണമെങ്കിൽ ഉഷാറായിട്ട് കയറിപ്പോകും. അപ്പൊ നമ്മൾ ഈ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് സ്പീഡ് കുറവ് അടിപൊളിയായിട്ട് കയറും. കാരണം നമ്മ ബാക്കിയുള്ള വണ്ടിക്കാർ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ പാസ് ചെയ്ത് കയറിപ്പോകും. അപ്പോ ഈ ഒരു വണ്ടിയിൽ നിങ്ങൾ ഹാപ്പിയാണ്? ഇതുവരെ ഹാപ്പിയാണ്. ശരി, ഓക്കെ, താങ്ക് യു. നമ്മളിപ്പോ അടുത്ത ആളെ എടുത്തെത്തിയിരിക്കുകയാണ്. ചേട്ടാ, എന്താ പേരെന്താ? എന്റെ പേര് അജേഷ് ബോബി. അജേഷ് ബോബി. ഓക്കെ. നിങ്ങൾ ഈ വണ്ടി എടുത്തിട്ട് ഇപ്പൊ എത്ര മാസം? 8-9 മാസമായി. 9 മാസമായി. അപ്പോ ഈ ഒരു കാലത്തിനുള്ളിൽ നിങ്ങൾ എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 20,000 കിലോമീറ്റർ. 20,000. അപ്പോ ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി, നിങ്ങൾ മുൻപ് ഏതെങ്കിലും വണ്ടി ഉപയോഗിച്ചിരുന്നോ? ഞാൻ വലിയ വണ്ടി പോരാ. ഏത്? ലോറിയില്, ടാങ്കറില്. ഈ വണ്ടി ആദ്യം ഒരു ഇതുണ്ടായിരുന്നു, മറ്റേ ബജാജിന്റെ ഇതില്ലേ, അല്ല അൽഫ പ്ലസ് ഉണ്ടായിരുന്നു, മറ്റേ ഗുഡ്സ്. പെട്രോൾ വണ്ടി? ഡീസൽ വണ്ടി. അത് ഇതിനല്ല, ഗുഡ്സ് ആണ്. ഓക്കെ. അപ്പോ അതാ കമ്പയർലി ഈ ഒരു പെട്രോൾ വണ്ടി, ഡീസൽ വണ്ടി ഇങ്ങോട്ട് വന്ന സമയത്ത് ഡീസൽ വണ്ടി വേറെ വാടക കൊടുത്താണ്. നിങ്ങൾ ഉപയോഗിച്ചില്ല? ഞാൻ ഉപയോഗിച്ചില്ല. കുറച്ച് ഉപയോഗിച്ചു, പിന്നെ വാടക കൊടുത്താ. ഓക്കെ. അപ്പോ നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയിൽ നിന്ന് എന്ന് വെച്ചാൽ ഒരു പെട്രോൾ ഡീസൽ വണ്ടിയിൽ നിന്ന് ഇലക്ട്രിക് ആണോ ലാഭം, അല്ലെങ്കിൽ പെട്രോൾ ഡീസൽ? ലാഭം ഇലക്ട്രിക് തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങളോ ഇതുവരെ? കംപ്ലൈന്റ് ഒന്നും വന്നില്ല ഒരു വണ്ടിക്ക്. വെറുതെ ഓരോരുത്തർ കംപ്ലൈന്റുകൾ പറയുന്നുണ്ട്, അത് നോക്കിയിട്ട് കാര്യമില്ല. ഇതിന് ഓൾറെഡി കംപ്ലൈന്റ് ഇല്ല വണ്ടി. ഒരു കംപ്ലൈന്റ് ഇല്ല. ഓടിക്കുമ്പോൾ ഓടിക്കാൻ വൃത്തിയായിട്ട് ഓടിച്ചാൽ ഒരു കംപ്ലൈന്റ് അങ്ങനെ വരും. ഞാൻ ആകെ വണ്ടി കംപ്ലൈന്റ് ആയിട്ട് വർക്ക്ഷോപ്പിൽ അവിടെ ചെന്നില്ല. ആകെ ഇതിന്റെ പോർക്ക് ചെറിയൊരുതുണ്ട്, ആ പോർക്കിന്റെ ബെയറിംഗ് പൊട്ടിയിട്ട് ആ ബെയറിംഗ് മാറ്റി തന്നു. അതോട് കംപ്ലൈന്റ്. ഓക്കെ. പിന്നെ ഇതിൽ ആളെ കയറ്റി പോകുന്ന സമയത്ത് ഈ വലിപ്പ് കുറവോ കാര്യങ്ങളോ? നല്ല വലിവുള്ള വണ്ടി. നല്ല വണ്ടിയാ. നിങ്ങൾക്ക് എത്ര റേഞ്ച് കിട്ടുന്നുണ്ട് ഇതിന്? ഇത് 160 മേലെ എന്തായാലും കിട്ടും. 170 കിട്ടും. 170, 180 കിട്ടും. 40 ഉള്ളിൽ ഓടിച്ചാല് 180 വരെ കിട്ടും. ഓക്കെ. അപ്പൊ എനിക്ക് ഒരു ചാർജിങ് ടൈം ഒരു പ്രശ്നമായിട്ട് മാറുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ നിന്നാ ചാർജ് ചെയ്യല്. വീട്ടിൽ നിന്ന് തന്നെ. അപ്പൊ അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട്. ലേശം പൈസ കൂടുന്നുണ്ട്. ഇത് മാറിയിട്ട്, മറ്റേ സ്റ്റേജ് മാറിയിട്ട് ലേശം പൈസ കൂടുന്നുണ്ട്. വേറെ പ്രശ്നങ്ങൾ വീട്ടിലെ കറണ്ടിന്റെ ലേശം സ്റ്റേജ് മാറുന്നത് കൊണ്ട് 300 റുപ്യ ഇട്ടാ പോലും പറഞ്ഞ, മറ്റേ ഇലക്ട്രിസിറ്റി അന്വേഷിച്ച പോലും പറഞ്ഞ 300 റുപ്യ ഇട്ടാണ് മറ്റേ ഇതില്ലേ, സ്ലാബിന്റെ ഇതിൽ 300 റുപ്യ ഒരു സ്ലാബ് കൂടുമ്പോ എത്ര കൂടി കഴിഞ്ഞാൽ കൂടുന്നു പറഞ്ഞു. ശരി. അപ്പൊ നിങ്ങൾക്ക് ഈ വണ്ടിയിൽ ആളെ കയറ്റി പോകുന്ന സമയത്ത് ഈ കയറ്റം കയറുന്ന സമയത്തൊക്കെ എന്തെങ്കിലും? കയറ്റം മറ്റേ ആപ്പേനെക്കാട്ടും കയറുന്നു. എല്ലാ വണ്ടീനെക്കാട്ടും കയറുന്നുണ്ട്. അപ്പൊ ഈ ഇത്രയും പാസഞ്ചേഴ്സിന്റെ അടുത്ത് പോകുന്ന സമയത്ത് റിവേഴ്സ് എടുക്കുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ? ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്കൊന്നും ഉണ്ടായില്ല. അപ്പൊ നിങ്ങൾ ഈ ഒരു വണ്ടിയിൽ സാറ്റിസ്ഫൈഡ് ആണ്? ഓക്കെ. ഞാൻ എത്ര എന്റെ ആടുന്ന് ഈ കസ്റ്റമറിന്ന് വിളിക്കലുണ്ട്, എന്താ കംപ്ലൈന്റ് ഉണ്ടോ? ഞാൻ നല്ലതാ പറഞ്ഞോളൂ. എനിക്ക് നല്ല തന്നെ പറയണ്ടേ. അല്ല, മോശം ഉണ്ടെങ്കിൽ മോശം എന്ന് പറയാൻ പറ്റുള്ളൂ. ഞാൻ നല്ല തന്നെയാ പറയും. പിന്നെ എല്ലാരും കമ്പനി പോയിട്ട് അത് പോയി ഇത് പോയി, ഞാൻ ഇതുവരെ കമ്പനി പോയിട്ട് ഇന്ന കംപ്ലൈന്റ് ഒന്നും വണ്ടിക്ക് പറയേണ്ട ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല. അതെന്താ ഞാൻ ക്ലിയർ ആയിട്ട് ഉള്ള കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് പറയുന്ന വ്യക്തിയാണ്.
അല്ലാണ്ട് വെറുതെ വണ്ടിക്ക് ആ കംപ്ലൈന്റ് വെറുതെ തൊട്ടനും പിടിച്ചതിനും കംപ്ലൈന്റ് അതൊന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാ വണ്ടിക്കും പൊതുവെ ഒരു കംപ്ലൈന്റ് ഒക്കെ വരും. പക്ഷെ അതേ സംബന്ധിച്ച് ഈ വണ്ടിക്ക് കംപ്ലൈന്റ് ഇല്ല. ഈ ഡീസൽ വണ്ടിയൊക്കെ അല്ല അധികം ഓടിക്കുന്ന ആൾക്കാർക്കും കംപ്ലൈന്റ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അതേ സംബന്ധിച്ച് ഈ വണ്ടിക്ക് കംപ്ലൈന്റ് ഇല്ല. എനിക്ക് മറ്റേ ഇതില്ലേ അവിടെ കസ്റ്റമറിൽ ഇതിൽ വിളിച്ചത് തന്നെ എനിക്ക് റാങ്ക് തന്നെ കൂടുതലാണ്. ഞാൻ ഓൾറെഡി കമ്പനി പോകാത്തൊരു വ്യക്തിയാ. കംപ്ലൈന്റും മറ്റും കംപ്ലൈന്റ് പറയാൻ കംപ്ലൈന്റ് ഉണ്ടാക്കിയല്ലേ കംപ്ലൈന്റ് ഉണ്ടാവും. ഒരു കംപ്ലൈന്റ് ആണെങ്കിൽ ചെയ്തു തന്നിട്ട് വരും. അത് സർവീസ് ചാർജ് വാങ്ങി ഗ്യാരണ്ടി കൊണ്ട് 400 രൂപ വാങ്ങിച്ചു. തിരിച്ചു തന്നില്ല, അത് വാങ്ങി. പിന്നെ ബെയറിംഗ് പോലും മാറ്റി. പിന്നെ എല്ലാം സ്വാഭാവികല്ലേ, കമ്പനി ബെയറിംഗ് മാറ്റി തന്നു. പിന്നെ ചേട്ടാ പേരെന്താ? സജീവൻ. ഓക്കെ, നിങ്ങൾ ഈ ഒരു മോട്ടർ എടുത്തിട്ട് ഇപ്പൊ എത്ര കാലമായി? മോട്ടർ 4 മാസമായി. 4 മാസം. ഓക്കെ, ഈ ഒരു 4 മാസം കൊണ്ട് നിങ്ങൾ എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 10,000 കിലോമീറ്റർ ഓടി. 10,000 കിലോമീറ്റർ. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ എത്ര റേഞ്ച് കിട്ടുന്നുണ്ട് ഈ ഒരു വാഹനം? 160 കിലോമീറ്റർ കിട്ടും ഒരു ചാർജിൽ. ഒറ്റ ചാർജിൽ 160 കിലോമീറ്റർ. ഓക്കെ, നിങ്ങൾ മുമ്പ് ഏതെങ്കിലും വണ്ടി ഉപയോഗിച്ചിരുന്നത്? ഡീസലാണ്. ഡീസൽ. അപ്പോ ഡീസൽ ആയിട്ട് കമ്പയർ ചെയ്യുന്നത് ഈ ഒരു ഇലക്ട്രിക് ആണോ ലാഭാണോ? ലാഭാണ്. അത്രയും കിലോമീറ്റർ ഓടണം വെച്ചാൽ അതൊരു 400-450 റുപ്യ അടിക്കണം ഡീസൽ. ഓക്കെ, ഇത് ഒരു 100 റുപ്യ താഴെ മതി 160 കിലോമീറ്റർ ഓടണമെങ്കിൽ ഇലക്ട്രിക് ചാർജ്. ഓക്കെ, അപ്പൊ ഇതിന് മറ്റേ ഒരു വാഹനത്തിന് അപേക്ഷിച്ച് ഇതിന്റെ പുള്ളിങ്ങും കാര്യങ്ങളൊക്കെ ഇതിന് യാത്രക്കാരനും വണ്ടി ഓടിക്കുന്നവനൊക്കെ സുഖമാണ്. ചെറിയ കംപ്ലൈന്റുകളൊക്കെ തീർക്കാൻ അതൊക്കെ കമ്പനിയോട് ബന്ധപ്പെട്ട്. എന്ത് കംപ്ലൈന്റ്? ഫോർക്കിന്റെ കംപ്ലൈന്റ് എന്താ പ്രശ്നം? ഫോർക്ക് ഇത് 2 ഡബിൾ സൈഡിന്റെ ഷോക്ക് അബ്സർ വരുന്നതിനെ കൊണ്ട് പെട്ടെന്ന് ടൈറ്റ് ആയി. അതൊന്ന് തീർക്കാൻ കമ്പനിനെ അറിയിച്ചിട്ട് ഒരാവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നു. ആ ഒരു കംപ്ലൈന്റ് മാത്രമാണ്, വേറെ ടെക്നിക്കലായിട്ട് വേറെ സംഗതികളൊന്നും ഇതുവരെ വന്നില്ല. കുഴപ്പമില്ലാതെ പോകും. അപ്പോ നിങ്ങൾക്ക് ഇതൊരു കയറ്റം കയറുന്ന സമയത്തും മറ്റേ വണ്ടീനെ അപേക്ഷിച്ച് ഇതിന് സൗകര്യമാണോ? അല്ലെങ്കിൽ കയറ്റം കയറുന്നതൊന്നും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ സുഖമായിട്ട് കയറും. ആൾക്കാരെയും കയറ്റിട്ട് ഏകദേശം 4 ആളൊക്കെ ഉണ്ടെങ്കിൽ നല്ല കയറ്റം സുഖമായിട്ട് കയറും. റിവേഴ്സിന്റെ സമയത്തൊക്കെ റിവേഴ്സിനൊന്നും കുഴപ്പമൊന്നുമില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. മഴക്കാലത്ത് ഈ വെള്ളത്തിലൂടെ ഓടിക്കുന്ന സമയത്തൊക്കെ ബുദ്ധിമുട്ട് ശ്രദ്ധിച്ചോടണം. അടിയിൽ മോട്ടർ ഉണ്ടല്ലോ, അപ്പൊ നല്ല വെള്ളം നിൽക്കുന്ന സ്ഥലത്തെ കൂടെ ഒന്ന് ഓട്ടാതിരിക്കാൻ നോക്കണം. മറ്റേ വണ്ടി ആകുമ്പോ സൈലൻസർ വെള്ളം കയറും, ഇത് സൈലൻസർ മോട്ടറിൽ വെള്ളം കയറാൻ നോക്കണം. പ്രശ്നം വരും അല്ലേ? ഓക്കെ, അല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും നിൽക്കില്ല? വേറെ ഇതുവരെ കുഴപ്പമൊന്നും ഇല്ല. നമുക്കിപ്പോ ഒരു മോണ്ടറിന്റെ ഒരു ഏട്ടനെ കെട്ടിയുണ്ട്, ഡ്രൈവറെ മൂപ്പരോട് ചോദിക്കാം. ചേട്ടാ എന്താ പേരെന്താ? ശ്രീജിത്ത്. നിങ്ങൾ ഈ ഒരു കോഴിക്കോട് സ്റ്റാൻഡിൽ തന്നെ ഓടുന്നത്? കോഴിക്കോട് സ്റ്റാൻഡ്. അപ്പൊ നിങ്ങൾ ഈ ഒരു മോട്ടർ എടുത്തിട്ട് ഇപ്പൊ എത്ര കാലമായി? 4 മാസം. 4 മാസം. ഓക്കെ, എത്ര കിലോമീറ്റർ ഓടി ഉണ്ടായത്? 11.5. അപ്പോ നിങ്ങൾ മുമ്പ് ഏതെങ്കിലും വണ്ടി ഉപയോഗിച്ചിരുന്നോ? ഓട്ടോ? ഡീസൽ വണ്ടിയായിരുന്നു. അപ്പോ ഡീസൽ വണ്ടിയിൽ നിന്ന് ഈ ഒരു ഇലക്ട്രിക്കിലേക്ക് മാറിയ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു കാര്യം കൊണ്ട് മെച്ചമുണ്ടാണോ? മെച്ചമുണ്ട്, നല്ല മെച്ചാണ്. അപ്പോ ഇതിന്റെ മെയിൻ്റനൻസ് കോസ്റ്റ് ഒക്കെ എങ്ങനെയാണ്? ഡീസലിനേക്കാൾ വളരെ ബെറ്റർ അല്ലേ? ബെറ്ററാണ്. ദീർഘവും മെയിൻ്റനൻസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും കമ്പനി ഇതായി ചെയ്തു തന്നിട്ട്. ശരി. ഇപ്പൊ ഇതിന് നിങ്ങൾക്ക് എത്ര റേഞ്ചാ കിട്ടുന്നത്? എത്ര കിലോമീറ്റർ കിട്ടും? 160 കിട്ടുന്നുണ്ട്. നമ്മുടെ ബാറ്ററി പെർസെന്റേജ് അപ്പൊ ഏറ്റവും കുറവാണ് പറഞ്ഞത്. 160 130 വരെ പോകാൻ പറ്റും. പിന്നെ നമുക്ക് സ്പീഡില്ല, കിട്ടില്ല. പിന്നെ നമുക്ക് നമ്മളിപ്പോ ചാർജിങ് പോയിന്റ് പിടിക്കാനുള്ളതും വീട്ടിലേക്ക് എത്താനുള്ള ചാർജ് മാത്രമേ ഉണ്ടാവും. 130 സ്പീഡ് വരെ നമുക്ക് സർവീസ് നടത്തും. 130 വരെ. പിന്നെ അത് കഴിഞ്ഞാല് വണ്ടി ഇത് പറയും, വലിയവും കാര്യങ്ങളെല്ലാം കുറയും. നാളെ എടുത്തിട്ട് നമുക്ക് സർവീസ് നടത്താൻ. ഇപ്പൊ കയറ്റം കയറാനുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ? കയറ്റം ഈ 130ന്റെ ഉള്ളില് നമുക്ക് കയറ്റം പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. ഞാനിപ്പം എന്നാള് 130 ഓടിട്ട് ബാക്കി 30 ബാലൻസ് ഉണ്ടായിട്ട് 4 ആളെ വെച്ചിട്ട് കയറ്റം കയറുമ്പോ നല്ല പ്രശ്നമുണ്ട്, കയറുന്നില്ല. ഇതില് കമ്പനി എത്ര ആളെ കയറ്റാന്നാ പറയുന്നത്? പാസഞ്ചർ കപ്പാസിറ്റി കമ്പനി 4 ആളെ പറയുന്നത്. നമ്മൾക്ക് ഇവിടെ സിറ്റിയിലുള്ള പെർമിഷൻ 3 ആളാണ്. നമ്മള് 4 ആള് വന്നാലിപ്പോ അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങനെ അങ്ങ് പോവാണ്. ഓക്കെ, ഇപ്പൊ റിവേഴ്സ് പോകുന്ന സമയത്ത് ഇത്രയും പാസഞ്ചേഴ്സിനെ എടുത്തിട്ട് റിവേഴ്സ് പോകുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഈ റൈഡ് ഓടിക്കുന്ന സമയത്ത് മറ്റുള്ള പെട്രോൾ ഡീസൽ വണ്ടി പോലെ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? ഇത് പറ്റുന്നുണ്ട്.
ഒരു കുഴപ്പമൊന്നുമില്ല, നല്ല ഈ ഒടിവും കാര്യവും യൂസ് ചെയ്യാൻ സുഖാണ്. പിന്നെ ബാക്കിൽ കുറച്ച് പ്രശ്നമുണ്ട്. എന്താ ആക്ച്വലി ആക്ഷൻ ഇല്ല, ഈ ഇതിന്റെ ഷോക്ക് ടെമ്പറാണ്, ഭയങ്കര ടെമ്പറാണ്. അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ നമ്മള് റപ്പായ വൈക്ക് പോകുമ്പോ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമുക്കത് നമ്മള് പാസഞ്ചേഴ്സ് ഇല്ലാണ്ട് കാലി വരുമ്പോ നമുക്ക് നല്ലോണം അടി വരുന്നുണ്ട്, ഊരക്ക് എല്ലാം പെയിൻ അറിയുന്ന അടിക്കുന്നുണ്ട്. ആക്ഷൻ തീരെ ഇല്ല. വേറെ എന്തെങ്കിലും കുഴപ്പം? വേറെ ബുദ്ധിമുട്ടും ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പൊ നിങ്ങൾ ഹാപ്പിയാണ് ഈ ഒരു? ഹാപ്പിയാണ്. ശരി, താങ്ക് യു.